ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ എൻ്റെ അഭിവാദനങ്ങൾ. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ പ്രമേയം ബൈബിളിനെ സംബന്ധിച്ച് 1, 2, 3, 4, 5 എന്ന് ചില വസ്തുതകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എൻ്റെ പ്രമേയത്തിലേക്ക് വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. ഓരോ മതത്തിനും അവരവരുടേതായ മതസംഹിതകളുണ്ട്. ഇന്ത്യയിൽ ആര്യന്മാർക്ക് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങൾ ഏറെയുണ്ട്. പാഴ്സികൾക്ക് ഒരു മതഗ്രന്ഥമുണ്ട്, സന്ത് അവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ബുദ്ധമതത്തിന് ഒരു മതഗ്രന്ഥമുണ്ട്, ത്രിപിടകം എന്നാണ് അതിൻ്റെ പേര്. ഇസ്ലാമിന് ഒരു മതഗ്രന്ഥമുണ്ട്, ഖുറാൻ എന്നാണ് അത് വ്യവഹരിക്കപ്പെടുന്നത്. ഇങ്ങനെ ലോകത്തിൽ ഓരോ മതത്തിനും അവരവരുടേതായ മതസംഹിതകളുണ്ട് എന്ന് വരിയിലും ലോകത്തിൽ എമ്പാടും തിരുവെഴുത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ആട്ടിടയന്മാർ, മുക്കുവന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഉദ്യാനം, മരുഭൂമി, കാരാഗ്രഹം, ദീപസമൂഹം എന്നീ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യത്തിനിടയിൽ എഴുതിച്ചതാണ് ബൈബിൾ എന്ന് വരികിലും ആദ്യോടന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിരുപ്പിലിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികയാൽ എഴുതിയെന്ന് തോന്നുമാറ് ഈ പുസ്തകം തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിലെ ഒരു സൂക്തവും അന്തിമ ഗ്രന്ഥത്തിൻ്റെ അന്തിമ സൂക്തവും ഒന്നിച്ചു വെച്ച് പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം സുവ്യക്തമായി തീരുന്നതാണ്. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളില്ല. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടാത്ത ഭാഷകളില്ല. ഈ പുസ്തകത്തെ പരിശോധിക്കാത്ത പണ്ഡിതന്മാരില്ല. ഈ പുസ്തകത്തെ എതിർക്കാത്ത ജനതകളില്ല. ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വാളും തീയും സാമ്രാജ്യങ്ങളും സമ്രാട്ടുകളും അവിശ്രമം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് 1000 10,000ങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അതുല്യമായ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. ഇത്രയേറെ വിറ്റഴിക്കപ്പെടുന്ന, ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന, ഇത്രയേറെ വിമർശിക്കപ്പെടുന്ന, ഇത്രയേറെ ആളുകളാൽ വായിക്കപ്പെടുന്ന മറ്റൊരു പുസ്തകം ഇന്നയോളം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ അനശ്വരമായി ഇന്നും വിരാജിക്കുന്നു. ബൈബിളിൻ്റെ അവദാനങ്ങൾ അനവധിയുണ്ടെങ്കിലും അവയിൽ ചിലത് ഞാൻ അക്കമിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ഒരിക്കൽ കൂടെ ഈ പ്രമേയത്തിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. 1. ബൈബിളിന് ലഭിച്ചിരിക്കുന്ന പേരിനെ സംബന്ധിച്ച്. ബൈബിൾ എന്നാണ് ഇത് പൊതുവെ വ്യവഹരിക്കപ്പെടുന്നത്. വേദപുസ്തകം എന്നൊരു പേര് ബൈബിളിനില്ല. അത് പിൽക്കാലത്ത് മലയാളികളായ നമ്മൾ സ്വീകരിച്ചതാണ്. എഴുതാൻ ഉപയോഗിച്ച വസ്തുവിൽ നിന്നാണ് ബൈബിൾ എന്ന പേരുണ്ടായത്. പുസ്തകങ്ങൾ എന്നർത്ഥം വരുന്ന നിലയിൽ ബിബ്ലിയ എന്നൊരു പദം പഴയ പുതിയ നിയമങ്ങൾക്ക് ഗ്രേക്ക ക്രൈസ്തവർ അംഗീകരിച്ചു. അതിൽ നിന്നാണ് ബൈബിൾ എന്നുള്ള വ്യവഹാരം ഉണ്ടായി വന്നത്. ബൈബിൾ സ്വയം സ്വീകരിച്ചിരിക്കുന്ന രണ്ടാമത്തെ പേര് ഇതാണ്, തിരുവെഴുത്ത്. ബൈബിളിൻ്റെ ഉടനീളം കാണുന്ന ഒരു പദപ്രയോഗമാണ് ഇത്. തിരുവെഴുത്തെന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്ന പുസ്തകമാണ് ഇത്. സാധാരണയായി രാജാക്കന്മാരുടെയും ഉന്നതന്മാരുടെയും എഴുത്തുകളെയാണ് തിരുവെഴുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ദൈവം മാനവരാശിക്ക് സമ്മാനിച്ച അനുഗ്രഹീതമായ ലേഖനങ്ങളുടെ ശേഖരമാണ് ബൈബിൾ. അതുകൊണ്ട് ഇത് തിരുവെഴുത്ത് എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 3. യഹോവയുടെ പുസ്തകം എന്ന് ഇതിന് സ്വയം ഒരു നാമം സ്വീകരിച്ചിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 6 നമ്മളത് വായിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു പേര് സത്യഗ്രന്ഥം എന്നാണ്. ദാനിയേലിൻ്റെ പ്രവചനം 10:21 നമ്മളത് വായിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ എന്നുള്ള പേരിനോട് ചേർന്ന് ഇത്രയും പേര് കൂടെ അത് സ്വയം സ്വീകരിച്ചിട്ടുണ്ട്. 2. ബൈബിളിൻ്റെ ഉത്ഭവം സംബന്ധിച്ച്. യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നു എന്നോ, മനസ്സാകുന്ന സമുദ്രത്തെ കിളച്ചെടുത്തു എന്നോ, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കി തന്നോ എന്നല്ല ബൈബിൾ പറയുന്നത്. മനുഷ്യർ തന്നെ എഴുതിയെന്നാണ്. പക്ഷേ എഴുതിയ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ്. അതുകൊണ്ട് ബൈബിൾ ദൈവനിശ്വാസീയം എന്നറിയപ്പെടുന്നു. ദൈവനിശ്വാസീയമായ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ: ഞാൻ നിൻ്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരും എന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ നമ്മുടെ ചിന്താമണ്ഡലത്തിലോ മറ്റോ ഒന്നും പ്രവർത്തിക്കുന്നതല്ല. വായോടുകൂടി ഇരുന്ന് ദൈവം ഉപദേശിച്ചു തരുന്ന വാക്കുകളാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1:16
പുറപ്പാട് പുസ്തകം 4:12 ഇതിൻ്റെ ആശയം കണ്ടെത്തുന്നു. ബൈബിളിൽ തുടർച്ചയായിട്ട് ഈ ആശയം തന്നെയാണ് ഒഴുകി മുന്നേറുന്നത്. അത് സംബന്ധിച്ച് ചില വാക്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം സൂക്തം, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 16-ാം സൂക്തം, എബ്രായ ലേഖനം 3-ാം അധ്യായം 7-ാം സൂക്തം, മാർക്കോസ് 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ സൂക്തങ്ങൾ, തീമോത്തേസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15-16 സൂക്തങ്ങൾ, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-21 സൂക്തങ്ങൾ. അവിടെയെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത് ഈ നിലയിലുള്ള അർത്ഥത്തിലാണ്. രണ്ടാമത്, ബൈബിൾ ഒരു ഉടമ്പടി പുസ്തകമാണ്. ദൈവം മനുഷ്യവർഗവുമായി ചെയ്തിട്ടുള്ള 2 ഉടമ്പടികളുടെ രേഖയാണ് ബൈബിൾ. ദൈവം അബ്രഹാം മുഖേന യഹൂദ ജനതയോടും അതുപോലെ യേശുക്രിസ്തു മുഖാന്തരം മാനവരാശിയോടും പൊതുവെ ചെയ്ത 2 ഉടമ്പടികളുടെ അനുഗ്രഹീതമായ രേഖയാണ് ബൈബിൾ. ബൈബിളിനെ സംബന്ധിച്ച് അതിപ്രധാനമായ മറ്റൊരു വസ്തുത ഇതാണ്: ബൈബിൾ ഒരു ദൈവിക വെളിപ്പാടാണ്. നമുക്ക് എന്തിനെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. മണ്ണിനെക്കുറിച്ച്, മരത്തെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, ഇന്നിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ ദൈവത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ ആശയങ്ങൾക്കും ഒതുങ്ങി നിൽക്കുന്ന സത്താവിശേഷമല്ല ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ഒരിക്കലും കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കുകയല്ലാതെ അവിടുത്തെ പഠിച്ച് മനസ്സിലാക്കാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് മനുഷ്യന് പ്രതീക്ഷിക്കാം. ആ വെളിപ്പാട് ദൈവം മാനവരാശിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ വെളിപ്പാടുകളുടെ കേദാരത്തെയാണ് ബൈബിൾ എന്ന് നാം വ്യവഹരിക്കുന്നത്. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ട് ബൈബിൾ അനുഗ്രഹീതമായ വെളിപ്പാടായി വിരാജിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20, എബ്രായ ലേഖനം 1:1, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:18. 1. ദൈവം ഈ പ്രപഞ്ചത്തിൽ തൻ്റെ അസ്തിത്വം വെളിപ്പെടുത്തി. 2. എഴുതപ്പെട്ട രേഖകളിലൂടെ ദൈവം തൻ്റെ അസ്തിത്വം വെളിപ്പെടുത്തി. 3. യേശുക്രിസ്തു എന്ന ആളത്വത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം മാനവരാശിക്ക് നൽകിയ അനുഗ്രഹീതമായ ഉടമ്പടിയും അതോടൊപ്പം തന്നെ ദൈവികമായ വെളിപ്പാടുമാകുന്നു ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2-ാമത്തെ കുറിപ്പിൽ നിന്ന് വിടവാങ്ങുന്നു. 3. ബൈബിൾ ഒരു സാർവജനീന സാഹിത്യമാകുന്നു. എന്തുകൊണ്ട് ബൈബിളിനെ സാർവജനീന സാഹിത്യം എന്ന് വിളിക്കുന്നു? 1. ബൈബിൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ സാർവജനീനമാകുന്നു. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇവിടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? ഇവിടെ ജാതികൾ എങ്ങനെ ഉണ്ടായി? ഇവിടെ ഭാഷകൾ എങ്ങനെ ഉണ്ടായി? ഇവിടെ രാജ്യങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇവിടെ സാമ്രാജ്യങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇവയെല്ലാം എങ്ങനെ വളർന്ന് വലുതായി? എങ്ങനെ താളടിയായി? ഇതെല്ലാം അറിയണമെങ്കിൽ ബൈബിൾ തന്നെ വായിക്കണം. ലോക ചരിത്രത്തിൻ്റെ ആമുഖക്കുറിപ്പായി വിരാജിക്കുന്ന അനുഗ്രഹീത സാഹിത്യ വിശേഷമാണ് ബൈബിൾ. 2. വായിക്കുവാനും പഠിക്കുവാനുള്ള അവകാശം സാർവജനീനമാണ്. ഈ പുസ്തകം ജാതി, മത, വർഗ, വർണ്ണഭേദം കൂടാതെ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വായിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുക്കളും അവരുടെ ദാസന്മാരായിരിക്കുന്ന ശൂദ്രന്മാർക്ക് പോലും വായിക്കുവാനും പഠിക്കുവാനും അവകാശമില്ലെന്നാണ് സ്മൃതികാരന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പ്രഖ്യാപിക്കുന്നത്. എല്ലായിടത്തുമുള്ള എല്ലാവർക്കും ഈ പുസ്തകം വായിക്കാം. ഉദാഹരണത്തിന് ഈ പുസ്തകത്തിൻ്റെ അന്തിമ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം സൂക്തം ഞാൻ ഉദ്ധരിക്കുന്നു. ഈ പ്രവചനം വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അനുവാചകരെയും ശ്രോതാക്കളെയും അനുസൃതകർത്താക്കളെയും ഒരുപോലെ ഭാഗ്യവാന്മാരാക്കുന്ന പവിത്ര സന്ദേശം. ഈ പുസ്തകം വായിക്കുവാനും പഠിക്കുവാനുള്ള അവകാശം സാർവജനീനമാണ്. 3. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക രക്ഷാമാർഗം സാർവജനീനമാണ്. ബൈബിൾ കേവലം ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള രക്ഷാപദ്ധതിയല്ല തയ്യാറാക്കിയിട്ടുള്ളത്. സർവ്വജനകോടികൾക്കും വേണ്ടിയുള്ള രക്ഷാമാർഗമാണത് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ സർവ്വജനകോടികളെയും ആധ്യാത്മിക രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവൻ. ബൈബിൾ പിന്നെയും പ്രഖ്യാപിക്കുകയാണ്, വിശ്വസിക്കുന്ന ഏവരുമായുള്ളവരെ. അതുകൊണ്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക രക്ഷ ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാകുന്നു. ഈ പ്രഖ്യാപനമാണ് ബൈബിളിനെ അതുല്യമാക്കി തീർത്തിരിക്കുന്നത്. ലോകം കണ്ട അതുല്യ സാഹിത്യ വിശേഷമായ ആധ്യാത്മിക ഗ്രന്ഥമായ ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ അനുദിനം 1000 ആളുകൾ ആധ്യാത്മികമായ രക്ഷാമാർഗം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ 3-ാമത്തെ കുറിപ്പിൽ നിന്ന് വിടവാങ്ങുന്നു. 4. ബൈബിളിൻ്റെ ശാസ്ത്രീയത. ബൈബിൾ അശാസ്ത്രീയമെന്ന് പറയുവാൻ അനേകം ആളുകൾ സന്നദ്ധമായിട്ടുണ്ട്. അതിൽ അനേക ശാസ്ത്രപടുക്കളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ബൈബിൾ ശാസ്ത്രീയമാണെന്നുള്ളതിന് ഈ പുസ്തകത്തിൽ നിന്ന് അനേക തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ കഴിയും. അങ്ങനെയുള്ള അതിപ്രധാനമായ 3 തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1. ഈ ഭൂമി എവിടെയാണ് നിലനിൽക്കുന്നത്? ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വിഭിന്നമായ അഭിപ്രായഗതികൾ പ്രാചീന ലോകം മുതൽ ലോകത്തിലുണ്ടായിരുന്നു. പ്രാചീന ഈജിപ്തുകാർ ചിന്തിച്ചിരുന്നത് ഈ ഭൂമി നിൽക്കുന്നത് 5 തൂണുകളിന്മേൽ എന്നായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള തൂണുകൾ ഉണ്ട് എന്നുള്ളതിന് ഇതുവരെ യാതൊരു വിധമായ സാധൂകരണവും ഇല്ല.
രണ്ടാമത്, പ്രാചീന ദാർശനികന്മാരുടെ തറവാടായ ഗ്രീസിലെ ആളുകൾ ചിന്തിച്ചത് ഈ ഭൂമി നിലനിൽക്കുന്നത് അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ മുകളിൽ എന്നാണ്. അതുപോലെ തന്നെ പ്രാചീന കാലം മുതൽ ഇന്ത്യക്കാർ അംഗീകരിച്ചിരിക്കുന്നത് ഈ ഭൂമി നിലനിൽക്കുന്നത് 4 അല്ലെങ്കിൽ 8 ആനയുടെ മുകളിൽ എന്നാണ്. 4 ദിഗ്ഗജങ്ങൾ ഭൂമിയെ ചുമന്നു നിൽക്കുന്നു എന്നുള്ളത് പ്രാചീന ഭാരതത്തിൻ്റെ ചിന്താഗതിയാണ്. ഈ ഭൂമിയെ ചുമന്നു നിൽക്കുന്ന ഈ ആനകൾക്ക് ക്ഷീണം തോന്നുമ്പോൾ അവ ചലിക്കുവാൻ തുടങ്ങും. ഇങ്ങനെ ആനകൾ ചലിക്കുമ്പോഴാണ് നമ്മുടെ ഭൂമി കുലുങ്ങുന്നത്, ഭൂകമ്പത്തിൻ്റെ. കാരണം നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആനകളെ ഏതെങ്കിലും ഗവേഷകന്മാർ എവിടെയെങ്കിലും കണ്ടതായി നമുക്ക് തെളിവൊന്നുമില്ല. ഭൂമി എവിടെയാണ് നിലനിൽക്കുന്നത്? നേരെ മറിച്ച് ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൻ്റെ ഗ്രന്ഥകാരന്മാരിൽ ഒരാളായ ഇയ്യോബ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ സൂക്തം. ഭൂമിയെ ഇനി നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു. ഭൂമി ശൂന്യതയിലാണ് നിൽക്കുന്നതെന്ന് ഇയ്യോബിന് എങ്ങനെ പറയുവാൻ കഴിഞ്ഞു? ആധുനിക ശാസ്ത്രം ഏതൊരു ഭാഷയിൽ പറഞ്ഞുവോ അതേ ഭാഷയിലാണ് ഇയ്യോബ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. ബൈബിൾ ദൈവനിശ്വാസീയമാണെന്നുള്ളതിന് അലംഘനീയമായ ഒരു തെളിവാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചും ആകൃതിയെ സംബന്ധിച്ചുമുള്ള ബൈബിളിൻ്റെ പ്രഖ്യാപനം ആധുനിക ശാസ്ത്രവുമായി വളരെയേറെ യുക്തമായിരിക്കുന്നു. ശാസ്ത്രീയമായ യാതൊരുവിധമായ വളർച്ചയും ഉണ്ടാകാതിരുന്ന കാലത്ത്, ശാസ്ത്രമെന്ന പദം നമ്മുടെ ശബ്ദകോശങ്ങളിൽ എവിടെയും ഇല്ലാതിരുന്ന കാലത്ത് കൃത്യമായിട്ട് ഇത്രയും ശാസ്ത്രീയമായ വിശദീകരണം നൽകുവാൻ എന്തുകൊണ്ട് സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് മതിയായ ഉത്തരം ബൈബിൾ ദൈവവിശ്വാസീയമാണ് എന്നുള്ളതത്രേ. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം സൂക്തവും ഈ ആശയത്തെ ഉറപ്പിക്കുന്ന ഒന്നാകുന്നു. ഭൂമി നിലനിൽക്കുന്നത് ശൂന്യതയിലാണെന്ന് ബൈബിൾ തറപ്പിച്ച് പറയുമ്പോൾ ആധുനിക ശാസ്ത്രവുമായി അത് വളരെയേറെ ഒത്തുവരുന്നു. 2, ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ചും ഇതുപോലെ ലോകത്തിൽ വിഭിന്നമായ അഭിപ്രായഗതികളാണ് ഉണ്ടായിരുന്നത്. ഭൂമി താലം പോലെ പരന്നതാകുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നു. എന്നാൽ ഭൂമി ഉരുണ്ടതാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ആധുനിക ലോകത്തിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് ഗലീലിയോ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ ബൈബിളിൻ്റെ സംരക്ഷകനെന്ന് അവകാശപ്പെടുന്നവരല്ലേ കൽത്തുറുങ്കിലടച്ചത്? വളരെ ശരിയായൊരു ചോദ്യമാണ്. ബൈബിൾ ഒരിക്കലെങ്കിലും വായിക്കുവാൻ അനുവദിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ മതമേലാളന്മാർക്ക് ഈ തെറ്റുപറ്റുമായിരുന്നില്ല. ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് ഗലീലിയയ്ക്കും അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വളരെ കൃത്യമായി പറഞ്ഞാൽ സോളമൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂമി വൃത്താകൃതി പൂണ്ടതാകുന്നു എന്ന്. സദൃശവാക്യം 8-27 നമ്മൾ വായിക്കുന്നത്: നീ ഭൂമിക്ക് വൃത്തം വരച്ചപ്പോൾ ഭൂമി വൃത്താകൃതി പൂണ്ടതാകുന്നു എന്ന് ബൈബിളിലൂടെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ പ്രവാചകവര്യനായ യെശയ്യാവ് ഭൂമി മണ്ഡലാകൃതി പൂണ്ടതാകുന്നു എന്ന് വളരെ സൂക്ഷ്മമായി പറയുകയുണ്ടായി. ഭൂമി മണ്ഡലാകൃതി പൂണ്ടതാകുന്നു എന്നാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത്. ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിൾ വളരെയേറെ തറപ്പിച്ച് പ്രഖ്യാപിച്ചുള്ള യാഥാർത്ഥ്യമാണ്. അത് ഗലീലിയോയുടെ കണ്ടുപിടുത്തം അല്ല, നേരെ മറിച്ച് ബൈബിളിൻ്റെ പ്രഖ്യാപനമാണ്. 3, സൂര്യചന്ദ്രാദി ഗോളങ്ങളെ സംബന്ധിച്ച് സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ഗോളങ്ങളും താരങ്ങളും ദേവീദേവന്മാരെന്നാണ് നമ്മുടെ പഴയ സങ്കല്പം. എന്നാൽ ബൈബിൾ പണ്ടേ ഇത് പ്രഖ്യാപിച്ചതാണ്: സൂര്യചന്ദ്രാദികളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടഗോളങ്ങൾ മാത്രമാകുന്നു എന്ന്. ഇവയൊന്നും ദേവീദേവന്മാർ അല്ല എന്നുള്ളത് ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് എവിടെയും പറയുവാൻ കഴിയും. 1969 മനുഷ്യൻ ചന്ദ്രനെ കാലുകുത്തി അവിടെ നിന്ന് കല്ലും മണ്ണുമൊക്കെ വാരിക്കൊണ്ട് വന്നപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു, ഈ ഭൂമിയെപ്പോലെ തന്നെ മറ്റൊരു ഗോളമാകുന്നു ചന്ദ്രൻ എന്ന്. ഭൂമിയെപ്പോലെ കല്ലും മണ്ണും നിമ്നോന്നതിയുമുള്ള ഒരു ഗോളം മാത്രമാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ സൂര്യനെ ദൈവമായിട്ടാണ് പലരും ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. സൂര്യനും ദൈവമല്ല, ധാരാളം ഹീലിയം നിറച്ചിട്ടിരിക്കുന്ന വലിയൊരു അടുപ്പ് എന്നതിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിൾ പ്രഖ്യാപിച്ചു സൂര്യചന്ദ്രാദികൾ ദേവീ ദേവന്മാർ അല്ല എന്ന്. കേവലം സൃഷ്ടഗോളങ്ങൾ മാത്രമായ ഇവയെ ആരാധിക്കുമ്പോൾ ഇന്നത്തെ ആളുകൾ അത് പ്രായേണ സ്വീകരിക്കുവാൻ സന്നദ്ധമല്ല. എന്നാൽ ബൈബിളിൻ്റെ പ്രഖ്യാപനം ഇതാണ്: ഇവയെല്ലാം സൃഷ്ടഗോളങ്ങൾ മാത്രമാകുന്നു എന്ന്. അതുകൊണ്ട് സൂര്യചന്ദ്രാദികളെ സംബന്ധിച്ചും ബൈബിളിൻ്റെ പ്രഖ്യാപനം ശാസ്ത്രീയമാകുന്നു. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി റിമർ 27 രാജ്യങ്ങളോടായി ഒരു ചോദ്യമുന്നയിച്ചു: ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് പറയുന്ന ആർക്കും $1000 ഇനാം. 1935 ഹാരി റിമർ പ്രഖ്യാപിച്ച $1000 അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള നാസ്തിക പങ്കാചാര്യന്മാരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലിസിൻ്റെ വാളുപോലെ തൂങ്ങിക്കിടക്കവേ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ കാലത്തിലൂടെ എൻ്റെ ജയത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാകുന്നു. 5, ബൈബിളിൻ്റെ ചരിത്രപരത. ബൈബിളിൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തെ അനേകം നിരൂപകന്മാർ വെല്ലുവിളിച്ചു. അവരിൽ അഗ്രഗണ്യനായിരുന്നു 12 PhDയുടെ ഉടമയായിരുന്ന വില്യം വാൾബ്രൈറ്റ്. അദ്ദേഹം പ്രഖ്യാപിച്ചു,
യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും ഇസ്ലാമിയരുടെയും വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ ചരിത്രപരമായി അബദ്ധജടിലമാണ് എന്നും അശാസ്ത്രീയമാണ് എന്നും ഞാൻ തെളിയിക്കും. അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അനേകർ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ മെസപ്പൊട്ടേമിയയിലേക്ക് പോകുന്നു. അവിടെ ഗവേഷണം നടത്തി ബൈബിൾ പ്രഖ്യാപിക്കുന്ന എബ്രായ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയവർ കേവലം സാങ്കല്പിക കഥാപാത്രങ്ങൾ ആണ് എന്നും ബൈബിൾ പരാമർശിക്കുന്ന പ്രാചീന നഗരങ്ങളായ നിനവേ, ഊർ, കൽനെ, അക്കാഡ് തുടങ്ങിയവ ഭാവനാ സൃഷ്ടികൾ മാത്രമെന്നും സമർത്ഥിക്കും. അദ്ദേഹം നേരെ മെസപ്പൊട്ടേമിയയിലേക്ക് പോയി. സുമേറിയ, അസീറിയ, അക്കാഡ്, ബാബിലോൺ എന്ന് 4 വാള്യങ്ങളായി കിടക്കുന്ന മെസപ്പൊട്ടേമിയയിൽ 3 വർഷം ഉത്ഖനന ഗവേഷണം ചെയ്ത ഓൾബ്രൈറ്റ് അവിടെ നിന്നും കണ്ടെടുത്ത കഴിഞ്ഞകാല കഥകൾ പറയുന്ന കളിമൺ പലകകളും കാമ്യ കലാവസ്തുക്കളുമായി ടെൽ അവീവിൽ എത്തിയ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഇന്നലെ വരെ ഞാൻ പറഞ്ഞു ബൈബിൾ അശാസ്ത്രീയമാണ്, അബദ്ധജടിലമാണ് എന്ന്. എന്നാൽ ഇന്നു മുതൽ ഞാൻ എഴുതുവാൻ പോകുന്നു ബൈബിൾ ശാസ്ത്രീയം എന്ന്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ ലോകപ്രസിദ്ധ കൃതികൾ ഇന്ന് ലോകത്തിലെ അനേക ലൈബ്രറികളെ അലങ്കരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഫ്രം സ്റ്റോൺ ഏജ് ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകം. ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. 2. ഹിത്യ ജനതയെ സംബന്ധിച്ച് ബൈബിളിൽ മാത്രം സൂചിപ്പിക്കുന്ന ഒരു ജനവർഗമായിരുന്നു ഹിത്യർ. ഇത് അസത്യമെന്ന് ചരിത്രകാരന്മാരും നിരൂപകന്മാരും പ്രഖ്യാപിച്ചു. കാരണം ബൈബിളിന് പുറത്ത് ഹിത്യരെക്കുറിച്ച് എവിടെയും ഒരു പരാമർശമില്ലായിരുന്നു. എന്നാൽ ഹ്യൂഗോ വിക്ലർ 1906 ബോഗോസ്കോയിൽ നടത്തിയ ഗവേഷണം ഹിത്യ ചരിത്രം പുറത്തു കൊണ്ടുവന്നു. BC 1600 മുതൽ 1200 വരെ ഒരു ഹിത്യ സാമ്രാജ്യം തന്നെ നിലനിന്നിരുന്നു എന്ന് ആ ഗവേഷണം തെളിയിക്കുകയുണ്ടായി. ഇന്ന് ഹിത്യ സാമ്രാജ്യ ചരിത്രം നമുക്ക് വിപണികളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. 3. സെർഗോൺ എന്ന രാജാവിനെക്കുറിച്ച് ബൈബിളിൽ യെശയ്യാപ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 1 മാത്രമാണ് സെർഗോൺ പരാമർശിക്കപ്പെടുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക 8-ാമത്തെ വോള്യത്തിൽ സെർഗോൺ എന്ന ശീർഷകത്തിന് താഴെ ഇങ്ങനെ എഴുതി: ഇത് ബൈബിളിന് പറ്റിയ ഏറ്റവും വലിയ പ്രമാദമാണ്. 1843 ഫ്രഞ്ച് പ്രതിനിധി മോസൽ കോർസ്വാദിൽ നടത്തിയ ഖനനഫലമായി സെർഗോൺമാരുടെ ചരിത്രം പുറത്തു വന്നു. ബൈബിൾ പ്രഖ്യാപിച്ച സെർഗോൺ ആ പരമ്പരയിലെ 3-ാമത്തെ സെർഗോൺ ആയിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലം BC 722 മുതൽ 705 വരെയാണെന്നും സമർത്ഥിക്കപ്പെട്ടപ്പോൾ ബൈബിളിൻ്റെ ചരിത്രപരത അംഗീകരിക്കപ്പെട്ടു. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക രക്ഷാമാർഗവും ചരിത്രത്തിൽ അടിത്തറയിട്ടതാണ്. അതുകൊണ്ട് ക്രൈസ്തവ ലോകം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക രക്ഷ ചരിത്രത്തിൽ അടിത്തറയിട്ട സംഭവത്തെ ആസ്പദമാക്കി നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും സവിശേഷമായി വിരാജിക്കുന്നു. ബൈബിൾ ഒരു ചരിത്രഗ്രന്ഥം കൂടെയാണെന്ന് പറയാം. ചരിത്രത്തിൽ അടിത്തറയിട്ട് ചരിത്രം ചമച്ച് ചരിത്രത്തിലൂടെ പുരോഗമിക്കുന്ന ചരിത്രം കണ്ട സമുജ്വല സാഹിത്യ വിശേഷമാണ് ബൈബിൾ എന്നുള്ളത് ലോകം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. 6. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ബൈബിൾ പ്രവചനങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ഒരു സാഹിത്യ വിശേഷമാണ്. പ്രവചനങ്ങളുടെ പ്രഭവസ്ഥാനം ഈശ്വരനാണ്. ഈശ്വരൻ പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്ത അരുളിപ്പാടുകളുടെ അനുഗ്രഹീതമായ കേദാരമാണ് ബൈബിൾ. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ അനുഗ്രഹീതങ്ങളാണെന്ന് മാത്രമല്ല, പരാമർശിക്കുന്ന മേഖലകൾ അനേകമാണ്. അതിൽ 1 സമൂഹങ്ങളെക്കുറിച്ച്, 2 സാമ്രാജ്യങ്ങളെക്കുറിച്ച്, 3 വ്യക്തികളെക്കുറിച്ച്, ഇങ്ങനെ വിവിധമായ മേഖലകളിൽ ഇതിൻ്റെ പ്രവചനം ചെന്നു ചേരുന്നു. അതിൽ 1, 2, 3, 4 എന്ന് ചില കുറിപ്പുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1. സമൂഹങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ബൈബിളിൻ്റെ ആധികാരിക കൈകാര്യ കർത്താക്കളായ യഹൂദന്മാരെക്കുറിച്ചുള്ള പ്രവചനം തന്നെയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം യഹൂദൻ ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നിരസിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷകളെക്കുറിച്ചും വിവരിക്കുന്നു. അതിൽ യഹൂദന് സംഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നു. ആ വേദഭാഗം വായിച്ചു കേൾപ്പിക്കുന്നതാണ്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും.
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 68 വരെയുള്ള വേദസൂക്തങ്ങൾ പരിശോധിച്ചാൽ ദൈവകൽപ്പന നിരസിച്ചാൽ യഹൂദന് സംഭവിക്കുവാൻ പോകുന്ന കനത്ത ശാപങ്ങളെക്കുറിച്ചാണ് വായിക്കുന്നത്. ഈ കൽപ്പനകൾ എന്നെല്ലാം അവൻ നിരസിച്ചിട്ടുണ്ടോ അന്നെല്ലാം അവന് കനത്ത ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു. യഹൂദന്മാരോട് ദൈവം കൽപ്പിച്ചത്, ഈ കൽപ്പനകൾ നീ നിരസിച്ചാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിന്ന് ഞാൻ പറിച്ച് എറിഞ്ഞുകളയും, ജാതിയുടെ ഇടയിൽ നീ ചിതറിപ്പോകും. ഇതെല്ലാം പ്രത്യക്ഷരം നിവൃത്തിയായി കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. യഹൂദനെ ദൈവം ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിനുള്ള അനുഗ്രഹത്തെക്കുറിച്ചും അത് നിരസിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചും ലോകത്തിന് ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ദൈവം യഹൂദേതര ലോകത്തെക്കുറിച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യഹൂദേതര ലോകം ദൈവകൽപ്പനകൾ നിരസിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് വരുവാൻ പോകുന്ന കനത്ത ശാപങ്ങളെക്കുറിച്ച് ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രത്യക്ഷരം സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ബൈബിൾ സമൂഹങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രവചനങ്ങളെല്ലാം പ്രത്യക്ഷരം നിവൃത്തിയായി ലോകത്തിന് എന്നും പാഠമായിരിക്കുന്നതാണ്. 2. ബൈബിൾ സമൂഹങ്ങളെക്കുറിച്ച് മാത്രമല്ല, രാജ്യങ്ങളെക്കുറിച്ചും സാമ്രാജ്യങ്ങളെക്കുറിച്ചും ഇതുപോലെ പ്രവചിച്ചിട്ടുണ്ട്. ലോക സാമ്രാജ്യങ്ങളിൽ വെച്ച് അതിശക്തമായിരുന്ന ഒന്നായിരുന്നു അസീറിയൻ സാമ്രാജ്യം. സമർത്ഥന്മാരായ സമ്രാട്ടുകളാൽ ഭരിക്കപ്പെട്ടിരുന്ന ഈ സാമ്രാജ്യത്തിനെതിരെ അതിൻ്റെ അത്യുച്ചമായ കാലത്ത് തന്നെ പ്രവാചകനായ നാഹൂം പ്രഖ്യാപിച്ചു. അതിൻ്റെ വിനാശത്തെക്കുറിച്ചുള്ള നാഹൂമിൻ്റെ പ്രവചനം വളരെ കൃത്യമായി BC 612 ഈ പ്രവചനം നിവൃത്തിയായി. അസീറിയൻ സാമ്രാജ്യത്തിന് തിരശീല വീഴുകയുണ്ടായി. 2ാമത് ബൈബിളിൻ്റെ പ്രവചനം ബാബിലോണിയ സാമ്രാജ്യത്തിനെതിരെയായിരുന്നു. അസീറിയയ്ക്ക് ശേഷം ലോകചരിത്രത്തിൽ അടിച്ചുകയറി വന്ന അതിശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോണിയ സാമ്രാജ്യം. അതിശക്തന്മാരായ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ യെശയ്യാവ്, ഇരമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാർ ബാബിലോണിൻ്റെ പതനം പ്രഖ്യാപിച്ചു. ഇവയെല്ലാം അധികം താമസിയാതെ തന്നെ ചരിത്രത്തിൽ നിവൃത്തിയായി. BC 539 ആയപ്പോൾ ബാബിലോണിയ സാമ്രാജ്യത്തിന് തിരശ്ശീല വീഴുകയുണ്ടായി. ഇങ്ങനെ ബൈബിളിൽ ഏതിനെയെല്ലാം എതിരായി പ്രവചിച്ചിട്ടുണ്ടോ ആ പ്രവചനങ്ങളെല്ലാം പ്രത്യക്ഷരം നിവൃത്തിയായി ചരിത്രത്തിൽ നിന്ന് സംഭവങ്ങളായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണെന്നുള്ളതിൻ്റെ അലംഘനീയമായ തെളിവുകളിൽ 2 ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. 3ാമതായി ബൈബിൾ പ്രഖ്യാപിക്കുന്നത് വ്യക്തികളെക്കുറിച്ചാണ്. വ്യക്തികളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പ്രവചനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഏറ്റവും ഉന്നതന്മാരായ രാജാക്കന്മാരെക്കുറിച്ചുള്ളതാണ്. അതിൽ ഒന്നാണ് നെബൂഖദ്നേസർ. നെബൂഖദ്നേസറിൻ്റെ അതിശക്തമായ കാലത്ത് തന്നെ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന പതനത്തെക്കുറിച്ച് ദാനിയേൽ തുടങ്ങിയ പ്രവാചകന്മാർ പറഞ്ഞു. അദ്ദേഹം സമൃദ്ധമായി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തെ കൊട്ടാരിൽ നിന്ന് കാട്ടിലേക്ക് പറഞ്ഞയച്ച് കാളയോടൊപ്പം പുല്ല് തീറ്റിക്കുമെന്നുള്ള വാക്ക് കൃത്യമായി നിവൃത്തിയായിട്ടുണ്ട്. ഇത് ചരിത്രത്തിന് എന്നേക്കും പാഠമായിരിക്കുന്നതാണ്. വ്യക്തികളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതുപോലെ തന്നെ അനേക വ്യക്തികളെ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഈ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനേക പ്രവാചകന്മാർ ചരിത്രത്തിൻ്റെ അനുഗ്രഹീതമായ പന്ഥാവിൽ നിരന്നുകൊണ്ട് അനുഗ്രഹീതമായ പ്രവചനങ്ങൾ നടത്തി. കർത്താവായ യേശുക്രിസ്തു എന്ന് ഇന്ന് നാം വിളിക്കുന്ന യഹൂദൻ്റെ മശിയെക്കുറിച്ചുള്ള ഇത്തരത്തിൽപ്പെട്ട പ്രവചനങ്ങൾ ഏകദേശം 1000-ഓളം ഉണ്ടെന്നാണ് ജോസീഫസ് പ്രഖ്യാപിക്കുന്നത്. കുറഞ്ഞപക്ഷം 456 വീതമുള്ള 2 അടരുകളായിട്ട് 900-ൽ പരം പ്രവചനങ്ങൾ നമുക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിൽ കാണാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു അഥവാ ലോകരക്ഷിതാവായ മശിയ എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, എപ്പോൾ ജനിക്കും, എങ്ങനെ ജനിക്കും തുടങ്ങി അദ്ദേഹം എങ്ങനെ ജീവിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ മരിക്കും, അദ്ദേഹം എങ്ങനെ അടക്കപ്പെടും, അദ്ദേഹം എങ്ങനെ ഉയർക്കും, അദ്ദേഹം എങ്ങനെ അനന്തയിലേക്ക് പോകും ഇത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രവാചകന്മാർ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൃത്യമായ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ നിവൃത്തിയായി എന്നുള്ളത് നാം അറിയുന്ന ഒരു സത്യം മാത്രമാണ്. മശിയ എവിടെയാണ് ജനിക്കുന്നത്?
മശിയ ആരിൽ നിന്നാണ് ജനിക്കുന്നത്? പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരാകും. അതുപോലെ മശിയ എവിടെയാണ് ജനിക്കുമെന്ന് പ്രവാചകനായ മീഖായാവ് പറയുകയുണ്ടായി. നീയോ ബത്ലഹേം എഫ്രാത്തെ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിനക്കുണ്ടായി വരും. ഈ പ്രവചനം വളരെ കൃത്യമായി തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി സംഭവിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഇത്തരം പ്രവചനങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞിരുന്നതെല്ലാം ഒരു ചരിത്ര ബിന്ദുവിൽ എത്തിച്ചേരാനായിട്ട് ദൈവം തന്നെ പ്രവർത്തിക്കേണ്ടിയിരുന്നു. അതിൽ ഒരു ദൃഷ്ടാന്തം മാത്രം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. മശിയ ജനിക്കേണ്ടത് ബത്ലഹേമിലാണ്. പക്ഷേ മശിയയെ പ്രസവിക്കുവാനുള്ള മറിയം അന്ന് പാർത്തിരുന്നത് നാസറേത്തിലായിരുന്നു. നാസറേത്തിൽ പാർത്തിരുന്ന പാവപ്പെട്ട മറിയത്തിന് ബത്ലഹേമിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. അവിടെ റോമൻ ചക്രവർത്തിയെ തന്നെ ദൈവം ഉപയോഗിക്കുകയുണ്ടായി. റോമൻ ചക്രവർത്തി പ്രഖ്യാപിച്ചു, ഓരോരുത്തരും താൻ്റെ പിതൃനഗരത്തിൽ ചെന്ന് പേർ ചാർത്തേണം. ഈ കൽപ്പന വന്നില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും മറിയവും അവളുടെ പ്രതിശുദ്ധ വരനായിരുന്ന യോസേപ്പും ബത്ലഹേമിലേക്ക് പോകുമായിരുന്നില്ല. മശിയ ജനിക്കേണ്ടത് ബത്ലഹേമിലായിരുന്നതിനാൽ അവരെ അവിടെ പറഞ്ഞയക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിന് രാജകൽപ്പന തന്നെ വേണ്ടി വന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, സംസ്കാരം എന്നിത്യാദികളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. ഇവയെല്ലാം പ്രത്യക്ഷരമായിട്ട് ഒരു ചരിത്ര ബിന്ദുവിൽ നിവൃത്തിയായിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കുവാനായിട്ട് ഞാനിവിടെ തുനിയുന്നില്ല. വ്യക്തികളെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ശക്തമായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പിൽ നിന്ന് ഞാനിവിടെ വാങ്ങുന്നു. 7. ഏകേശ്വര വിശ്വാസം സംബന്ധിച്ച്. ഒരുപക്ഷെ മാനവചരിത്രത്തിൻ്റെ പ്രാക് ദശയിൽ ലോകത്തിൽ പ്രചരിച്ചിരുന്നത് ഏകേശ്വര വിശ്വാസം ആയിരിക്കണം. എന്നാൽ കാലാന്തരത്തിൽ ബഹുദൈവ വിശ്വാസം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് പരിശോധിച്ചാലും അനേക ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ലോകത്തിൻ്റെ ആദ്യകാല ചരിത്രം മുതൽ അനേകേശ്വര വിശ്വാസം വളർന്നു വലുതായി രാജാക്കന്മാരാലും ധനികന്മാരാലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ബഹുദൈവ വിശ്വാസം വളർന്നു വലുതായി പടർന്നു പന്തലിച്ചിരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ ഒന്നായ ഈജിപ്തിലെ നൈൽ നദീതടങ്ങളിൽ റാ എന്നും ആമണെന്നും പേരിൽ ആരാധിക്കപ്പെട്ട സൂര്യദേവനും ഹാത്തോർ എന്ന് പറയുന്ന പശുദേവതയും അതിനും പുറമെ അനേക ദേവീദേവന്മാരും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ തലക്കനം വന്ന പ്രവാചകനായ മോശെ ഇസ്രായേൽ ജനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലയോ ഇസ്രായേലെ, കേൾക്ക, നിന്റെ നാഥൻ ഏകനാകുന്നു. ആവർത്തനം 6:4. BC 1446-45 കാലഘട്ടങ്ങളിൽ മോശ പ്രഖ്യാപിച്ചു ഈശ്വരൻ ഏകനാകുന്നു എന്ന്. കാലം പുരോഗമിച്ചു. BC 1375 ഈജിപ്തിലെ രാജാവായിരുന്ന ഇഗ്നറ്റോൺ അഥവാ അമൻഹോട്ടപ്പ് 4 എന്ന് പറയുന്ന രാജാവ് പ്രഖ്യാപിച്ചു ഈശ്വരൻ ഏകനാകുന്നു. അവിടെ അന്ന് നിലവിലിരുന്ന ബഹുദൈവ വിശ്വാസത്തിനെതിരായി അദ്ദേഹം ഏകദൈവത്തെ വിളംബരം ചെയ്തു. ആ ദൈവത്തിൻ്റെ പേര് അറ്റോൺ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ ദൈവത്തിൻ്റെ പേരിനോട് ചേർത്ത് തൻ്റെ പേര് ഇഗ്നറ്റോൺ എന്ന് മാറ്റുകയുണ്ടായി. കാലം പിന്നെയും പുരോഗമിച്ചു. BC 700 കാലഘട്ടങ്ങളിലെത്തിയപ്പോൾ അനേകേശ്വര വിശ്വാസത്തിൻ്റെ വിളനിലമായിരുന്ന പേർഷ്യൻ നാടുകളിൽ നിന്നുകൊണ്ട് സ്വരദുഷ്ട പ്രഖ്യാപിച്ചു ഈശ്വരൻ ഏകനാകുന്നു, അവിടുത്തെ നാമം അഗുരമസ്ഥ. കാലം പിന്നെയും പുരോഗമിച്ചു. നാം അറിയുന്നത് പോലെ തന്നെ ചരിത്രത്തിൽ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ ലോകം ലോകത്തോട് പ്രഖ്യാപിച്ചു ഈശ്വരൻ ഏകനാകുന്നു എന്ന്. കാലം പിന്നെയും പുരോഗമിച്ചു. ഭാരതത്തിൻ്റെ മണ്ണിൽ ആര്യന്മാർ വരുമ്പോൾ 33 കോടി ദേവന്മാരെയും കൊണ്ടാണ് അവരിവിടെ പ്രവേശിച്ചത്. ഭാരതത്തിൻ്റെ മണ്ണിൽ അവർ അനേക ദേവീദേവന്മാരെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അങ്ങനെ കാലങ്ങൾ പിന്നെയും പുരോഗമിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ലോകോത്തര ദാർശനികനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിൻ്റെ 1ാമത്തെ വോള്യത്തിൽ ഇങ്ങനെ എഴുതി: ഒരുപറ്റം ദേവീദേവന്മാർ സൃഷ്ടിക്കുന്ന അരാജകത്വത്തേക്കാൾ യുക്തവും സർവമായിട്ടുള്ളത് ഏകേശ്വര വിശ്വാസം. ഈ വിശ്വാസം ആദ്യമായി അംഗീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ജനത എബ്രായ ജനത. ഇതെഴുതിയിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ലോകചരിത്രത്തിൽ ആദ്യമായി ഈശ്വരൻ ഏകനാകുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഇസ്രായേലിയ ജനതയാണെന്നുള്ളത് അവിതർക്കിതമായൊരു വസ്തുതയാണ്. ഇങ്ങനെ ബൈബിൾ എവിടെയെല്ലാം പ്രവേശിച്ചുവോ അവിടെയെല്ലാം ഏകേശ്വര വിശ്വാസം വിളംബരം ചെയ്യപ്പെട്ടു. ഇന്ന് വിജ്ഞന്മാരായ എല്ലാ ആളുകളും അംഗീകരിക്കുന്നത് ഏകേശ്വര വിശ്വാസമാണ്. ഈ വിശ്വാസം ഊന്നിപ്പറയുവാൻ നമുക്ക് ധൈര്യം തരുന്നത് ബൈബിൾ തന്നെയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തും ഉള്ള ജനകൂടികളെ ഏകേശ്വര വിശ്വാസത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ് ബൈബിൾ. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഏകദൈവം ഏക സത്യദൈവമെന്നും ജീവനുള്ള ഏക സത്യദൈവമെന്നും വ്യവഹരിക്കപ്പെട്ടു. ബൈബിൾ ജീവനുള്ള ഏക സത്യദൈവത്തെ സനാതന സത്താവിശേഷമായി ഈശ്വരനെയാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത് ചെല്ലുവാൻ, അഭയം തേടുവാൻ, അപേക്ഷകൾ നിരത്തി വയ്ക്കുവാൻ മനുഷ്യൻ ആവശ്യമായത് ഈ ജീവനുള്ള ഏക സത്യദൈവത്തെ ആണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈശ്വരൻ ഏകൻ ആകുന്നു.
8. വിമർശകരോടുള്ള സമീപനം. അനേക വെല്ലുവിളികളെ നേരിട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. ബൈബിളിനോളം വെല്ലുവിളികളെ നേരിട്ടിട്ടുള്ള മറ്റൊരു പുസ്തകം ലോകത്തിൽ ഇന്നയോളം ഉണ്ടായിട്ടില്ല. ലോകചരിത്രത്തിൽ ബൈബിളിനെ വെല്ലുവിളിച്ചവർ സാധാരണക്കാരായിരുന്നില്ല. ലോകത്തിലെ അതികായന്മാരായ ആളുകളായിരുന്നു ബൈബിളിനെ വെല്ലുവിളിച്ചത്. ബൈബിളിനെ വെല്ലുവിളിച്ച അതികായന്മാരിൽ ഉൾപ്പെടുന്നവരാണ് വോൾട്ടയർ, ഇംഗർസോൾ, ഇമ്മാനുവേൽ കാന്റ് തുടങ്ങിയ അതികായന്മാർ. പക്ഷേ ഇത്തരം വെല്ലുവിളികളെല്ലാം ബൈബിൾ സഹർഷം സ്വാഗതം ചെയ്തിട്ടുണ്ട്. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. ഇതാണ് ബൈബിളിൻ്റെ വെല്ലുവിളി. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകളെയെല്ലാം അത് അടിപെടുത്തിയിട്ടുണ്ട്. വോൾട്ടയർ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: ഏകദേശം 10 വർഷം കഴിയുമ്പോൾ ബൈബിളിൻ്റെ അച്ചടി നിന്നുപോകുന്നതാണ്. അത് വായിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. വോൾട്ടയറുടെ ഗ്രന്ഥങ്ങളാകട്ടെ ലോകത്തിൻ്റെ ഓരോ മൂലയിലും എത്തിച്ചേരും. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോൾ വോൾട്ടയറുടെ ഗ്രന്ഥങ്ങൾ ഒന്നിച്ച് കൂട്ടിയിട്ട് ലേലം ചെയ്തപ്പോൾ കിട്ടിയ തുക 8 അണയ്ക്ക് തുല്യമായ 8 പെൻസായിരുന്നു. ബൈബിളാകട്ടെ 1800ഓളം ഭാഷകളിൽ ഭാഗികമായും പൂർണ്ണമായും ഭാഷാന്തരം ചെയ്യപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ അനുവാചകർ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ലോകചരിത്രത്തിൽ നാം അറിയുന്ന സത്യമാണ്. ബൈബിളിന് തുല്യം ബൈബിൾ മാത്രമേയുള്ളൂ. ബൈബിളിനെ വെല്ലുവിളിച്ച അനേകം ആളുകൾ പിൽക്കാലത്ത് ബൈബിളിൻ്റെ അനുയായികളായി മാറിയിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇമ്മാനുവേൽ കാന്റ്. അദ്ദേഹം ബൈബിളിൻ്റെ നിരന്തരമായ വായനയിലൂടെ ബൈബിളിലേക്ക്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയുണ്ടായി. കാൾ ബാർത്ത് ബൈബിളിനെ വളരെയേറെ വിമർശിച്ചു എങ്കിലും അദ്ദേഹവും പിൽക്കാലത്ത് ബൈബിളിൻ്റെ അനുയായിയായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ റോമർക്കെഴുതിയ ലേഖനത്തിനുള്ള വ്യാഖ്യാനം ദൈവശാസ്ത്രജ്ഞന്മാരുടെ പന്തടിക്കളത്തിൽ പറന്നു വീണ ബോംബെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അതുപോലെ വില്യം ഓൾബ്രൈറ്റ് ബൈബിളിനെ വെല്ലുവിളിച്ചിരുന്നു എങ്കിൽ പിൽക്കാലത്ത് അദ്ദേഹം ബൈബിളിൻ്റെ അനുയായിയായി മാറി. ലോകത്തിൽ എല്ലാവിധമായ വെല്ലുവിളികളെയും ബൈബിൾ സഹർഷം നേരിട്ടിട്ടുണ്ട്. ലോകചരിത്രത്തിൽ ഏറെ വെല്ലുവിളികളെ നേരിട്ട ബൈബിളാകട്ടെ ലോകത്തെ ഒന്നടങ്കം വെല്ലുവിളിച്ചു. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. എല്ലാ വിമർശകരുടെയും വിമർശനങ്ങളെയെല്ലാം ഒരുപോലെ സ്വാഗതം ചെയ്ത് എതിർനിരൂപണത്തിൻ്റെ ചക്കിലിട്ട് ചതച്ചരച്ച് ചാറില്ലാത്ത ചണ്ടിയാക്കി പുറത്തെടുത്ത് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ചരിത്രം ചമച്ച് ചരിത്രത്തിലൂടെ പുരോഗമിക്കുന്ന ചരിത്രം കണ്ട സമുജ്വലമായ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ ഇന്നും വിമർശകരെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളെ വിമർശിച്ചാൽ അതിൻ്റെ സംരക്ഷണകർത്താക്കളായി നടക്കുന്നവർ എൻ്റെ കഴുത്ത് കണ്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ സിഖ് മതത്തിൻ്റെ മതഗ്രന്ഥമായ ഗ്രന്ഥസാഹിബിനെ ഞാൻ വിമർശിച്ചാൽ കൈകളിൽ കൃപാണുമായി നടക്കുന്നവർ കൃപ കൂടാതെ എൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി കൃതാന്തപുരിയിലേക്ക് പറഞ്ഞയക്കുമെന്നുള്ളത് സത്യം മാത്രമല്ലേ? ഞാൻ ഇതുപോലെ മറ്റേതൊരു മതഗ്രന്ഥത്തെ വിമർശിച്ചാലും അതിൻ്റെ അനുയായികളും സംരക്ഷകരും ഇതുതന്നെ ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ബൈബിളാകട്ടെ സഹനം കൊണ്ട് സമർത്ഥമായി നേരിട്ട് പുതിയൊരു സമരമുഖം തുറന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 9. ബൈബിൾ ഒരു തൊഴിലാളി സാഹിത്യമാകുന്നു. ബൈബിൾ ഒരു തൊഴിലാളി സാഹിത്യമെന്ന് ഞാൻ പറയുമ്പോൾ ക്രൈസ്തവ ലോകം നെറ്റിച്ചുളിക്കുമായിരിക്കും. കാരണം അവർ കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗമാണ് ഇത്. എന്തുകൊണ്ട് ഞാൻ ബൈബിളിനെ തൊഴിലാളി സാഹിത്യം എന്ന് വിളിക്കുന്നു? ബൈബിൾ ഉടനീളം പരിശോധിച്ചാൽ ദൈവം തന്നെ തൊഴിലാളിയാണെന്ന് ആദ്യമേ കാണാം. 1. ദൈവം തൊഴിലാളിയാണ്. എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ തൊഴിലാളി എന്ന് വിളിക്കുന്നു? ദൈവം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഒരു കർമ്മം ചെയ്തിരിക്കുന്നു. സൃഷ്ടി എന്ന കർമ്മം ചെയ്തതിനാൽ ഈശ്വരൻ കർമ്മിച്ചിരിക്കുന്നു, സമം അവൻ തൊഴിൽ ചെയ്തിരിക്കുന്നു. 2. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകം 2:7 നാം വായിക്കുന്നു. ആദ്യമായി മണ്ണിൽ പണിയെടുത്തത് ഈശ്വരനാണ്. ഈശ്വരൻ മണ്ണിൽ തൊട്ടാൽ മണ്ണ് മാംസമാകും. ആ മാംസത്തിൽ ഈശ്വരൻ ജീവശ്വാസമൂതിയാൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയാകും. അങ്ങനെ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ദൈവം മണ്ണിൽ പണിയെടുത്ത തൊഴിലാളിയാണ്. മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മുതലാളിയായിട്ടല്ല, തൊഴിലാളിയായിട്ടാണ്. ഇഷ്ടിക ഉണ്ടാക്കുന്നവർ, ഉഴുന്നവർ, വിതയ്ക്കുന്നവർ, കൊയ്യുന്നവർ, വല വീശുന്നവർ, മീൻ പിടിക്കുന്നവർ, ആടുമേയ്ക്കുന്നവർ, കാട്ടത്തിപ്പഴം പെറുക്കുന്നവർ, കുടിൽ കെട്ടുന്നവർ, ഇങ്ങനെ പോകുന്നു തൊഴിലാളി വർഗം. അങ്ങനെ തൊഴിലാളി വർഗം ഒന്നടങ്കം പ്രവർത്തിക്കുന്ന തൊഴിലിട വേദി ഒരുക്കുകയാണ് ബൈബിൾ. ഈജിപ്തിലെ ഇഷ്ടിക തൊഴിലാളി വർഗമായിരുന്നു ഇസ്രായേൽ ജനത. അവരുടെ കണ്ണുനീരിൻ്റെയും കഥനത്തിൻ്റെയും കഥകളാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ലോകചരിത്രത്തിൽ ഒന്നാമത്തെ വിമോചനത്തിൻ്റെ സഹന സമര ചരിത്രമാണ് പുറപ്പാട് പുസ്തകം. വിപ്ലവത്തിൻ്റെ ആദ്യ ഇതിഹാസമാണിത്. അല്ലയോ തൊഴിലാളി സഖാക്കളെ! അധ്വാനിക്കുന്ന ജനവർഗത്തിൻ്റെ അവശതയ്ക്ക് അറുതി വരുത്തി കണ്ണുനീരൊപ്പുവാൻ കാലത്തിലെഴുന്നേറ്റ കരുത്തനായ നേതാവ് കാറൽ മാർക്സ് എന്നാണ് നാം പറയുന്നത്. എന്നാൽ ആദ്യമായി തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദമുയർത്തിയത് പ്രവാചകന്മാരായിരുന്നു. ക്രിസ്തുവിനും 700 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന തലക്കനം എന്ന പ്രവാചകനായ യെശയ്യാവും ഹോശയ, മീഖായ എന്നീ പ്രവാചകന്മാരും ധനിവർഗത്തിനെതിരെ ശബ്ദമുയർത്തുകയുണ്ടായി. കനത്ത താക്കീതുകൾ കൊണ്ട് അന്നത്തെ ലോകത്തെ വെല്ലുവിളിച്ച അതിശക്തന്മാരായ വിപ്ലവത്തിൻ്റെ തീപ്പന്തങ്ങളായിരുന്നു പ്രവാചകന്മാർ.
അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പാവപ്പെട്ടവനെ ഒരു കൂട്ടി ചെരുപ്പിന് വിറ്റിരിക്കുന്നു, നിങ്ങൾ ദരിദ്രൻ്റെ ന്യായം മറിച്ച് കളഞ്ഞിരിക്കുന്നു, നിങ്ങൾ പാവപ്പെട്ടവൻ്റെ കൂലി പിടിച്ചു പറിച്ച് അതുകൊണ്ട് പടുകൂറ്റാൻ വീടുകൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ പാവപ്പെട്ടവൻ്റെ വിയർപ്പ് കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് ചായമടിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, പ്രവാചകന്മാർ പ്രഖ്യാപിച്ചു. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ യെരുശലേം സഭയുടെ മൂപ്പനുമായിരുന്ന യാക്കോബ് ഇങ്ങനെ എഴുതി: അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതമോർത്ത് കരഞ്ഞ് മുറയിടുവൻ, നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. അല്ലയോ ധനവാന്മാരെ, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവരുടെ കൂലി എൻ്റെ അടുക്കൽ നിലവിളിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പാവപ്പെട്ട കൊയ്ത്തു തൊഴിലാളിയുടെ ശബ്ദം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചെവിത്തടത്തിൽ മുഴങ്ങിയെത്തുന്നു എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ഇത്തരം വാക്യങ്ങൾ ബൈബിളിലുണ്ട് എന്ന് ഞാൻ പറയാതെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നോ കാർൽ മാർക്സിൻ്റെ മൂലധനത്തിൽ നിന്നോ കൃഷ്ണൻകുട്ടി ഉദ്ധരിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ കരുതുക. ഇത് ബൈബിളിലെ വാക്യങ്ങളാണ്. പക്ഷേ ഇത്തരം വാക്യങ്ങൾ ബൈബിളിലുണ്ടെന്ന് പാസ്റ്റർമാരോ പാതിരിമാരോ പറഞ്ഞില്ല. ഈ വാക്യങ്ങൾക്ക് അവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ അടിവരയിട്ടിട്ടില്ല. അവർ അടിവരയിട്ടിരിക്കുന്ന കുറേ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങളുടെ കാൽ ചവിട്ടുന്ന സ്ഥലമെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരും. അടിവര. നിന്നെ വാലല്ല തലയാക്കും. അടിവര. സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നിന്നെ മതിയാവോളം അനുഗ്രഹിക്കും. അടിവര. നിന്നെ തലമുറകളോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അടിവര. എന്നാൽ ഞാൻ മുന്നുദ്ധരിച്ച വാക്യങ്ങൾ ബൈബിളിലുണ്ടെന്ന് ആദ്യമായി മലയാളക്കരയോട് പറഞ്ഞത് കെ ദാമോദരൻ കമ്മ്യൂണിസവും ക്രിസ്തുമതം എന്ന പുസ്തകത്തിലൂടെയും അനന്തരം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി നാൽക്കവലകളിൽ നിന്ന് പ്രസംഗിച്ചതിലൂടെയുമാണ്. അല്ലയോ തൊഴിലാളി സഖാക്കളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ബൈബിൾ വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. തൊഴിലാളിയായ ദൈവം തൊഴിലാളികളായ പ്രവാചകന്മാരാൽ എഴുതി തൊഴിലാളികളായ ജനകോടികൾക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്ന തൊഴിലാളി സാഹിത്യമാണ് ബൈബിൾ. അതുകൊണ്ട് അല്ലയോ തൊഴിലാളി സഖാക്കളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ബൈബിൾ വായിക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുന്നു. 10. ബൈബിളിൻ്റെ സ്വാധീനത. ആകാശത്തിൻ്റെ കീഴിൽ അറിയപ്പെടുന്ന എല്ലാ മേഖലകളെയും സ്വാധീനിച്ചുകൊണ്ട് മുന്നേറിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. 1. ശാസ്ത്രമണ്ഡലത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ശാസ്ത്രപടുക്കളിലും അതീവ ശ്രദ്ധേയരായിട്ടുള്ള എല്ലാ ആളുകളും ബൈബിളിൻ്റെ അനുയായികളും അനുകാരികളുമായിരുന്നു. അതിൽ ചിലരുടെ പേര് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഐസക് ന്യൂട്ടൺ, ഗലീലിയോ, കെപ്ലർ, ലൂയി പാസ്റ്റർ, ഹെയ്ൻസ്, ഇവർ എല്ലാവരും തന്നെ ബൈബിൾ വിശ്വസിച്ചവരും അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടവരും ആയിരുന്നു. 2. മതമണ്ഡലം. ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളെയും ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. 1. സർദുഷ്ട്രമതം. യഹൂദമതത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സർദുഷ്ട്രമതം. അവരുടെ വിശ്വാസ വിഷയങ്ങൾ എല്ലാം തന്നെ ബൈബിളുമായി വളരെയേറെ കടംപെട്ടിരിക്കുന്നു. ഏകേശ്വര വിശ്വാസം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, മശിയ, സത്യത്തിൻ്റെ മനുഷ്യാവതാരം, സ്വർഗവും നരകവും, പുനരുത്ഥാനവും ന്യായവിധിയും. സ്വരദുഷ്ടർ ഇരമ്യാവിൻ്റെ ശിഷ്യനായിരുന്നു എന്ന് പരക്കെ കരുതപ്പെടുന്നുണ്ട്. അതിനാൽ സ്വരദുഷ്ട മതം ബൈബിളുമായി വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. 2. മാനിക്കേയ മതം. പേർഷ്യയിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വളരെയേറെ പ്രചരിച്ചിരുന്ന ഒരു മതമായിരുന്നു മാനിക്കേയ മതം. മാനിക്കേയ മതത്തിന് ബൈബിളിലെ പല ആശയങ്ങളുമായി വളരെയേറെ അടുത്ത ബന്ധമുണ്ട്. 3. ഇസ്ലാം. ഇസ്ലാമിനെയും ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളെയും ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിന് നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. 3. തത്വചിന്താമണ്ഡലം. അറിയപ്പെടുന്ന ലോകദാർശനികന്മാരെ എല്ലാം ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനും അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും ബൈബിളിൻ്റെ ആശയം പ്രചരിച്ചിരുന്നു. അങ്ങനെ ഇത് ഗ്രീസിലും എത്തുകയുണ്ടായി. ഗ്രീസിലെ അറിയപ്പെടുന്ന ദാർശനിക ആചാര്യന്മാരിൽ അഗ്രഗണ്യന്മാരായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ. അതിൽ പ്ലേറ്റോയെ ഈ ബൈബിൾ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വളരെയേറെ ദൃഷ്ടാന്തം കൊണ്ട് സമർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കും. ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആശയങ്ങൾ പ്ലേറ്റോയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്ന ദൈവരാജ്യമാണ് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മശിയ രാജാവാണ് പ്ലേറ്റോയുടെ ഫിലോസഫർ കിങ്. അതുപോലെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന പല ആശയങ്ങൾക്കും പഴയ നിയമത്തോട് വളരെയേറെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന വിജ്ഞന്മാർ എന്ന് കരുതപ്പെടുന്നവർക്ക് തന്നെ ഈ ആശയം പലപ്പോഴും പുത്തനായിരിക്കും. കോപ്പർനിക്കസ്, കെപ്ലെ, അഗസ്റ്റ്യൻ, അക്വിനാസ്, ജോർജ് ബാർക്ലേ എന്നീ തത്വചിന്തകന്മാരെല്ലാം ബൈബിളിനാൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. അവരുടെ എല്ലാം ചിന്താമണ്ഡലങ്ങളെ ബൈബിൾ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. 4. രാഷ്ട്രീയ മണ്ഡലം. ഇന്ന് അറിയപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ മണ്ഡലങ്ങളെയും ബൈബിൾ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ബൈബിളിനാൽ സ്വാധീനിക്കപ്പെടാത്ത യാതൊരു രാഷ്ട്രീയ സിദ്ധാന്തവും ഇന്ന് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നതല്ല. ഉദാഹരണത്തിന് വിക്ലിഫ് ബൈബിളിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ ഒരു കുറിപ്പാണ് ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത്.
ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടേതായ ഒരു ഗവൺമെൻറ് ബൈബിൾ സാധ്യമാക്കും എന്ന് എഴുതി വച്ചിരുന്ന വാക്ക് ഇന്ന് ജനാധിപത്യ സംവിധാനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. 2. ലോകത്തിൽ വ്യാപിച്ചിരുന്ന അടിമക്കച്ചവടത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയത് ക്രൈസ്തവ ലോകമാണ്. ക്രിസ്തുവിൻ്റെ ആശയത്തിൻ്റെ പ്രചുര പ്രചാരത കൊണ്ട് ലോകത്തിന് കൈവരിക്കുവാൻ കഴിഞ്ഞത് അനേക നേട്ടങ്ങളാണ്. അതിൽ ഒന്നാണ് അടിമക്കച്ചവടത്തിന് അറുതി കുറിച്ച സംഭവം. നാം അറിയുന്നത് പോലെ തന്നെ ലോക ചരിത്രത്തിൽ ആദ്യമായി അടിമക്കച്ചവടത്തിനെതിരെ ശബ്ദമുയർത്തിയത് ക്വയക്കേഴ്സ് എന്ന സഭാ വിഭാഗമായിരുന്നു. അവരുടെ പത്രങ്ങളിലൂടെയെല്ലാം അതിനെതിരെ അവർ ശക്തമായി പ്രതികരിച്ചു. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ അടിമക്കച്ചവടം ഒരു കാലത്ത് ശക്തമായിരുന്നു. നമ്മുടെ അമ്മമാരെയും നമ്മുടെ സഹോദരിമാരെയും മക്കളെയും അടിമച്ചന്തകളിൽ അവർ നിർത്തി. അവർക്കെല്ലാം വിലപേശിയിരുന്നു. ഇത്തരത്തിലുള്ള അടിമ വ്യാപാരത്തിന് അറുതി കുറിക്കുവാൻ ആദ്യമായി ശബ്ദമുയർത്തിയത് ബൈബിളിൻ്റെ ആശയങ്ങളാണ്. ഡോക്ടർ അയ്യപ്പൻ കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച സർവ്വജ്ഞാനകോശത്തിൻ്റെ 2ാമത്തെ വോള്യത്തിൽ ഇങ്ങനെ എഴുതി: മനുഷ്യൻ കച്ചവടം ചെയ്യരുതെന്ന് ബുദ്ധനോ രാമനോ ആരും പറഞ്ഞിട്ടില്ല. ക്രൈസ്തവ സഭാ വിഭാഗങ്ങളാണ് ആദ്യമായി ഇതിനെതിരെ ശബ്ദമുയർത്തിയത്. 5. സാമൂഹ്യ മണ്ഡലത്തിൽ ബൈബിൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വളരെയേറെ വലുതാണ്. നമ്മുടെ വിശദീകരണങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് എത്തുകയാണ് അതിൻ്റെ സ്വാധീനതാ മണ്ഡലം. അനാഥാലയങ്ങൾ, ആതുരാലയങ്ങൾ, റെഡ് ക്രോസ് സൊസൈറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് തുടങ്ങി നാനാശാഖകളെയെല്ലാം അത് സ്വാധീനിച്ചു. ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജന്മം കൊടുത്തത് ബൈബിളിൻ്റെ ആശയങ്ങളാണ്. ക്രൈസ്തവ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. ഫാദർ ഡാമിയൻ മുതൽ ഗ്രഹാം സ്റ്റെയിൻസ് വരെയുള്ള ആളുകൾ കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന രംഗങ്ങളിലേക്ക് പോയി. കൽക്കട്ടയിലെ തെരുവീഥികളിലെ ചേറ്റുവള്ളങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട അനാഥ ശിശുക്കളെ വലിച്ചെടുത്ത് ജീവിതം കൊടുക്കുവാൻ മദർ തെരേസയെ ഉണ്ടായുള്ളൂ. അതുമാത്രമല്ല, ഏറ്റവും അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ബൈബിൾ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മാനവരാശിയെ അക്ഷരങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി. ബൈബിൾ പ്രചരിപ്പിച്ച ആളുകളെല്ലാം തന്നെ ആ കാലത്ത് അക്ഷരം പഠിപ്പിക്കുവാനാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അക്ഷരം വിലക്കപ്പെട്ട് അജ്ഞതയിലേക്ക് വിധിക്കപ്പെട്ട ജനകോടികളെല്ലാം ബൈബിളിൻ്റെ പ്രചാരതയോടുകൂടി അക്ഷരം കൊണ്ട് അറിവ് കൊണ്ട് ആവേശം കൊള്ളുകയുണ്ടായി. ഭാരതത്തിൽ വന്ന ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ പടുകൂറ്റൻ പള്ളികൾ മാത്രം കെട്ടിപ്പൊക്കിയില്ല. പള്ളിയോട് ചേർത്ത് അവർ കൂടങ്ങൾ ഉണ്ടാക്കി, പള്ളിക്കൂടം. ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് 10 അക്ഷരം പഠിച്ചതുകൊണ്ടാണ് പൽപ്പു ഡോക്ടർ പൽപ്പുവായത്. അതുകൊണ്ടാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ ആയത്. അതുകൊണ്ടാണ് ജഗജ്ജീവൻ റാം കേന്ദ്ര ക്യാബിനറ്റ് കണ്ടത്. അതുകൊണ്ടാണ് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും അണ്ണാദുരയും കരുണാനിധിയും രാജ്യം ഭരിക്കുന്നവരായി മാറിയത്. അതുകൊണ്ടാണ് ഇന്നത്തെ അനേകായിരക്കണക്കിന് ആളുകൾ അക്ഷരവും ആവേശവും കൊണ്ട് ഇന്നത്തെ നിലയിൽ ഉയർന്നു വിരാജിക്കുന്നത്. ഇങ്ങനെ ബൈബിൾ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജനകോടികളെ സാംസ്കാരികമായി, ആധ്യാത്മികമായി, വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് ആനയിച്ചു എന്നുള്ളത് ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ശൂദ്രമക്ഷര സംയുക്തം ദുരിത പരിവർജയേൽ എന്നെഴുതി വെച്ചു സ്മൃതികാരന്മാർ. ശൂദ്രൻ വേദം പഠിച്ചാൽ അവൻ്റെ നാക്ക് അറുക്കണമെന്നും അവൻ ഹൃദയസ്ഥമാക്കിയാൽ ഹൃദയം പിളർക്കണമെന്നും കേട്ടുപോയാൽ കാതിൽ ഈയമൊരുക്കി ഒഴിക്കണമെന്നുമാണ് സ്മൃതികാരന്മാർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷണർമാരാകട്ടെ ചെന്ന മേഖലകളെല്ലാം തന്നെ ആളുകളെയെല്ലാം ആഹ്വാനം ചെയ്ത് അക്ഷരം സംഭാവന ചെയ്തുകൊണ്ട് പുരോഗമിക്കുകയുണ്ടായി. ലോകചരിത്രത്തിൽ നാം അറിയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ലോകജനതയെ ഒന്നടങ്കം ആഹ്വാനം ചെയ്തത് പഠിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനന്തത വിടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖില ലോക ജനകോടികളെ എല്ലാം തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്ത് അവർക്കെല്ലാം അക്ഷരം നൽകി, അറിവ് നൽകി, ആവേശം കൊള്ളിച്ച് ലോകജനതയെ ഒന്നടങ്കം വെളിച്ചത്തിൻ്റെ മേഖലയിലേക്ക് ആനയിച്ച അതുല്യനായ ആചാര്യനാണ് കർത്താവായ യേശു ക്രിസ്തു. H.G. വെൽസ് തൻ്റെ ലോകചരിത്ര സംഗ്രഹത്തിൽ ഇങ്ങനെ എഴുതി: മനുഷ്യനോട് മനുഷ്യനെന്ന നിലയ്ക്ക് ഒരാദരവ് ലോകത്തിൽ ആദ്യമായി പ്രകടമായത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പ്രചരിച്ചതോടുകൂടെ ആണ്. ലോക നാഗരികതയുടെ ചരിത്രമെഴുതിയ ജെയ് സെയിൻ ഇങ്ങനെ എഴുതി: യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എവിടെയെല്ലാം പ്രചരിച്ചുവോ അവിടെയെല്ലാം മനുഷ്യ മനസ്സുകളിൽ സ്നിഗ്ധതയെ ഉളവാക്കി. TN ജയചന്ദ്രൻ മലയാള മനോരമയുടെ പേജുകളിൽ ഇങ്ങനെ എഴുതി: ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയതാണ് 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ ഏതെല്ലാം കാലത്ത് അവർ അംഗീകരിച്ചോ അനുസരിച്ചുവോ ആ കാലത്തെല്ലാം അവർ അനുഗ്രഹിക്കപ്പെട്ടു. ഏതെല്ലാം കാലത്ത് അവർ നിരസിച്ചുവോ അന്നെല്ലാം അവർ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ പോലെ ചിതറിപ്പോയി. ദൈവം ഇസ്രായേലിന് മാത്രം നൽകിയതല്ല ഈ 10 കൽപ്പനകൾ. മനുഷ്യരാശിയുടെ മനുഷ്യ മനസ്സുകളിൽ കൊത്തിവെച്ച് വായിക്കുവാനുള്ളതാണ്. അത് പ്രായോഗിക ജീവിതത്തിൽ അവതരിപ്പിക്കുവാനുള്ളതാണ്. 6. സാഹിത്യമണ്ഡലം. വിശ്വസാഹിത്യ നഭോമണ്ഡലത്തിൽ അത്യുജ്വലധാരമായി ശോഭിക്കുന്ന ബൈബിളിൻ്റെ അതുല്യ പ്രഭാവത്തിന് മുമ്പിൽ വിശ്വസാഹിത്യം ഒന്നടങ്കം നിസ്തേജമായി ഭവിക്കുന്നു. ഈ പുസ്തകത്തിലെ സാഹിത്യ പ്രഭാവം എന്ന് പറയുന്നത് അതിവിശാലം, അനന്തം എന്നൊക്കെ വിശേഷിപ്പിക്കാം. വിശ്വസാഹിത്യത്തിൻ്റെ ഏറ്റവും മുതൽക്കൂട്ടായി ലഭിച്ച ഒരു പുസ്തകമാണ് ബൈബിൾ. ലോക സാഹിത്യ നായകന്മാരിൽ അഗ്രഗണ്യർ എന്നറിയപ്പെടുന്ന ബേക്കൺ,
മിൽട്ടൺ, എമേഴ്സൺ, കോളറിഡ്ജ്, ഓസ്കാർ വൈൽഡ്, ടോൾസ്റ്റോയ്, റസ്കിൻ, ജോൺ ബെനിയൻ തുടങ്ങിയ ആംഗല സാഹിത്യകാരന്മാരെയും ഭാഷയിൽ KV സൈമൺ, കട്ടക്കയം, വള്ളത്തോൾ, ചങ്ങമ്പുഴ, പുത്തൻകാവ്, മാത്തന്തരകൻ, ചെമ്മനം ചാക്കോ തുടങ്ങിയ അനേകരെയും ഇത് സ്വാധീനിച്ച് മുന്നേറി. 7. വ്യക്തികളെ ബൈബിൾ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കാം. ലോകചരിത്രത്തിൽ അറിയപ്പെടുന്ന എല്ലാ ആളുകളെയും ബൈബിൾ ഒരുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണം, ബൈബിളിൽ തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്. ക്രൈസ്തവ മാർഗത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് അവൻ ഏതൊരു പ്രസ്ഥാനത്തെ എതിർത്തുവോ അതിൻ്റെ അനുയായി ആക്കി മാറ്റിക്കൊണ്ടാണ് ബൈബിൾ പുരോഗമിച്ചത്. അതുപോലെ തന്നെ മാർട്ടിൻ ലൂഥർ, കാൾ ബാർത്ത്, ബില്ലി ഗ്രഹാം തുടങ്ങിയ മഹാപുരുഷന്മാരെയും ഈ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. ബൈബിളിലെ ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് മഹാത്മാഗാന്ധിയെ അഹിംസാ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത്. ലോകത്തിലെ അറിയപ്പെടുന്ന 3 മണ്ഡലങ്ങളിലെ അധികായന്മാരെ സംഭാവന ചെയ്തത് ബൈബിളിൻ്റെ ജന്മാവകാശികളായ യഹൂദന്മാരാണ്. 1. ശാസ്ത്രമണ്ഡലം. ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരിൽ അഗ്രഗണ്യനാണ് ഐൻസ്റ്റീൻ. 2. രാഷ്ട്രീയ സിദ്ധാന്ത മണ്ഡലം. നാം അറിയുന്ന ശാസ്ത്രമണ്ഡലത്തിൽ അധികായനാണ് ഐൻസ്റ്റീൻ. അതുപോലെ രാഷ്ട്രീയ മീമാംസാ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന വിജ്ഞനാണ് കാർൽ മാർക്സ്. 3. ആധ്യാത്മിക മണ്ഡലത്തിലെ ഏറ്റവും അനുഗ്രഹീതനായ ഗുരുവരനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ആശയങ്ങളെ ഞാനിങ്ങനെ ക്രോഡീകരിക്കുന്നു. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്, കാർൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, അരവിന്ദൻ്റെ ബ്രഹ്മരാജ്യം, ഗാന്ധിയുടെ രാമരാജ്യം, തോമസ് മൂറിൻ്റെ യൂട്ടോപ്യ, ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ കടമെടുത്ത പതിപ്പുകൾ മാത്രമാണ്. ചുരുക്കത്തിൽ, ബൈബിൾ പൂജിക്കുവാനുള്ളൊരു വിഗ്രഹമല്ല, പ്രയോഗിക്കുവാനുള്ളൊരു ആയുധമാണ്. ഒന്നുകൂടെ, ബൈബിൾ പൂജിക്കുവാനുള്ളൊരു വിഗ്രഹമല്ല, പ്രയോഗിക്കുവാനുള്ള ആയുധമാണ്. ഒന്നുകൂടെ, ബൈബിൾ പൂജിക്കുവാനുള്ള ഒരു വിഗ്രഹമല്ല, പ്രയോഗിക്കുവാനുള്ളൊരു ആയുധമാണ്. എവിടെയെല്ലാം ഇത് പ്രയോഗിച്ചുവോ അവിടെയെല്ലാം മാറ്റത്തിൻ്റെ മാറ്റൊലി മുഴങ്ങി. എവിടെയെല്ലാം ഇത് പ്രയോഗിച്ചുവോ അവിടെയെല്ലാം വിമോചനത്തിൻ്റെ ശംഖനാദം മുഴങ്ങി. എവിടെയെല്ലാം ബൈബിൾ എത്തിയോ അവിടെയെല്ലാം മതങ്ങൾ കുഴിച്ച കുഴിമാടങ്ങളിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യവർഗത്തെ വിളിച്ചുണർത്തി അവരെ എല്ലാവരെയും അതിശക്തമായ വെളിച്ചത്തിലേക്ക്, അനുഗ്രഹീതമായ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാല മേഖലയിലേക്ക് ആനയിച്ചുകൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. ഒരു കാലത്ത് അന്ധകാര ഭൂഖണ്ഡമെന്ന പരനാമത്തിൽ അറിയപ്പെട്ട ആഫ്രിക്കയുടെ അന്തർമേഖലയിൽ ചെന്ന് അവിടെയുള്ള മർത്യഭുക്കുകളായ ആളുകളെ മാനവസ്നേഹികളാക്കി മാറ്റിമറിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ മായന്മാരുടെയും ഇങ്കന്മാരുടെയും ഇതിഹാസഭൂമി എന്ന് അറിയപ്പെട്ട അമേരിക്കയുടെ മായികമായ മണ്ണിൽ ചെന്ന് അവിടെയുള്ള മനുഷ്യവർഗത്തെ മതിമാന്മാരാക്കി മാനത്തേക്ക് ഉയർത്തി മതിമുഖത്തിറക്കി, മതിമുഖത്ത് നിന്ന് മണ്ണും കല്ലും വാരി മണ്ണിൽ കൊണ്ടുവന്ന് മനുഷ്യനെ കാണിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുന്ന മതിമാന്മാരാക്കി തീർത്തുകൊണ്ട് ഒരു കാലത്ത് അപരിഷ്കൃത മേഖലയായിരുന്ന യൂറോപ്പിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ചെന്ന് അവിടെയുള്ള ആംഗ്ലോ സാക്സൺ ബാർബേറിയൻ വർഗത്തിൽപ്പെട്ട ആളുകളെ അനുഗ്രഹീതമായ സോപാനങ്ങളിലേക്ക് ഉണർത്തി ഉന്നത ശാസ്ത്രപടുക്കളാക്കി മാറ്റിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൽ കാടത്വത്തിൻ്റെയും കാപാലികതയുടെയും ഇതിഹാസഭൂമിയായിരുന്ന അറേബ്യയിലൂടെ മഴുക്കാടുകളിൽ നിന്ന് ഇവിടെയുള്ള കാടന്മാരായ അറബികളെ കഴുതപ്പുറത്തു നിന്ന് കാടിലാക്ക് കാറുകളിലേക്ക്, കുടിലുകളിൽ നിന്ന് കനകമണി മന്ദിരങ്ങളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ അക്ഷരം വിലക്കപ്പെട്ട് അടിമത്വത്തിന് വിധിക്കപ്പെട്ട് അവശർ എന്നെഴുതി തള്ളപ്പെട്ട ഇന്ത്യയിലെ അവർണ അടിമവർഗങ്ങൾക്ക് അക്ഷരം നൽകി, അറിവ് നൽകി, ആവേശം നൽകിക്കൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. ഇങ്ങനെ ബൈബിളിന് തുല്യം ബൈബിൾ മാത്രമായി വിരാജിക്കുന്നു. 11. ബൈബിളിൻ്റെ പരമപ്രധാനമായ പ്രമേയം. ബൈബിൾ കർമ്മകാണ്ഡ നിർഭരമായ ക്രിയാകലാപകലുഷിതമായ ഒരു മതത്തെ അല്ല, നേരെ മറിച്ച് മാനവജനതയുടെ ആധ്യാത്മിക മുക്തിദായകനായ ലോകരക്ഷിതാവിനെ, കർത്താവായ യേശുക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ആച്ഛാദിതനായിരുന്ന യേശുക്രിസ്തുവിനെ പുതിയ നിയമം അനാച്ഛാദനം ചെയ്ത് അവതരിപ്പിക്കുന്നു. ഒരു ലോകരക്ഷിതാവിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മനുഷ്യവർഗത്തിന് ആധ്യാത്മികമായ ഒരു രക്ഷകനെ അത്യന്താപേക്ഷിതമായിരുന്ന ദശാസന്ധിയിലാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ തിരുവവതാരം ചെയ്തത്. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ 4 സുവിശേഷങ്ങൾ തന്നെ വായിക്കണം. 4 സുവിശേഷങ്ങളിലുമായി പ്രഖ്യാപിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സംക്ഷേപിച്ച് ചില കുറിപ്പുകളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 സൂക്തങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ആഗമനം വിളംബരം ചെയ്ത ദൂതൻ പ്രഖ്യാപിക്കുന്നു: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. പാപികളെ രക്ഷിക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ലോകത്തിലേക്ക് വന്ന ഏക അവതാര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ഞാനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അനന്തത വെടിഞ്ഞ് അവനിയിൽ ആഗമിച്ച് അഖിലലോക ജനകോടികളെയും തൻ്റെ അടുക്കൽ ആഹ്വാനം ചെയ്ത് അവർക്കെല്ലാം ആധ്യാത്മികമായ രക്ഷാമാർഗം പ്രദാനം ചെയ്ത ഏക രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എങ്ങനെയാണ് പാപികളെ രക്ഷിച്ചത്? ഞാൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിച്ചത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണം കൊണ്ടാണ് പാപികളെ രക്ഷിക്കുന്നത്. പാപികളായ മനുഷ്യവർഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് പരാജയപ്പെട്ട് പാതാളത്തിൻ്റെ ആടായി പോകുന്ന ദുരന്തം ദൂരവേ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തു തൻ്റെ കാൽവറിയിലെ ക്രൂശിലെ മഹായജ്ഞത്തിലൂടെയാണ് അവരെ രക്ഷിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര മഹായജ്ഞത്തിലൂടെ മാത്രമേ മനുഷ്യരാശിക്ക് മുക്തി നേടാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിലെ വിശ്വാസം കൊണ്ട് മാത്രമേ ഇത് സാധ്യതപ്രായമാകുകയുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് ഒരുക്കിയ അനുഗ്രഹീതമായ രക്ഷാപദ്ധതി മനുഷ്യൻ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെടുകയാണ് കരണീയമായിട്ടുള്ളത്. തരംഗഭയങ്കര ഭവസാഗരത്തിൽപ്പെട്ടുഴലുന്ന ജനകോടികൾക്ക് ഏകതഞ്ചമായി ദൈവം ഒരുക്കിയ തിരുവഞ്ചിയാണ് കർത്താവായ യേശുക്രിസ്തു. മതങ്ങൾ മെനഞ്ഞെടുത്ത മരുമേടുകൾ വലഞ്ഞലഞ്ഞുപോയ മനുഷ്യവർഗത്തിന് അഭയവാനുള്ള ഏക അഭയ കേന്ദ്രമാണ് കർത്താവായ യേശുക്രിസ്തു. മതമരുക്കാടുകളിൽ വീണുകിട്ടിയ മന്നാതിന്ന് മരിച്ചുപോയ ജനകോടികൾക്ക് അനന്തതയിൽ നിന്ന് ദൈവം നൽകിയ അനുഗ്രഹീതമായിരിക്കുന്ന മന്നയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്. അവിടുന്ന് അനുഭവിച്ച കാൽവറിയിലെ ക്രൂശിലെ അതിഭയാനകമായ മരണമാണ്. ഈ മരണത്തിലൂടെ മാത്രമേ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ അവന് കഴിയുമായിരുന്നുള്ളൂ. കാരണം ദൈവമാണ് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി പാപത്തിൻ്റെ ശമ്പളമായ മരണം വരിക്കുവാൻ മഹാദൈവത്തിന് മടിത്തടം വിട്ട് മലക്കുകളുടെ ആരാധന വിട്ട് മഹീതലത്തിൽ അവതരിച്ച് മാനവ മാലിന്യങ്ങൾ ഒന്നടങ്കം തന്നെ മഹനീയമായ ശരീരത്തിൽ ആവഹിച്ച് മരക്കുരിശിൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിലെ യജ്ഞത്തിലൂടെയാണ് മാനവർഗത്തിൻ്റെ ത്രാണനകർമ്മം ഉയരുന്നത്. യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ എത്രയോ മഹാപുരുഷന്മാർ മരിച്ച് മണ്ണടിഞ്ഞ ലോകത്തിൽ മരിച്ചവരിൽ നിന്ന് മഹത്വത്തിൻ്റെ മകുടം ചൂടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന അതിപ്രധാനനായ ഒരു മഹാപുരുഷനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആചാര്യനുണ്ടെങ്കിൽ, അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് പാപത്തിൻ്റെ പരിഹാരം വരുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് അവിടുന്ന് ഇന്ന് പാപികളെ രക്ഷിക്കുന്ന രക്ഷിതാവായി കർത്താവായി ഉയർന്നു വിരാജിക്കുന്നു. യാതൊരു പാപിക്കും അടുത്തു വരുവാൻ, അഭയം തേടുവാൻ, അപേക്ഷകൾ നിരത്തി വയ്ക്കുവാൻ ദൈവം ഒരുക്കി അനുഗ്രഹീത അത്താണിയാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ പാതാരവിന്ദങ്ങളിൽ വന്ന് പാപങ്ങളേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും കൈയോടെ അവൻ പാപമോചനം കൊടുക്കുന്നു. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി കർത്താവായി ഹൃദയനാഥനായി ഹൃദയത്തിൽ അംഗീകരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ബഹുമാന്യ ശ്രോതാക്കളെ, ഈ കർത്താവായ യേശുക്രിസ്തു എന്നെ മനുഷ്യവർഗത്തിന് മറ്റൊരു രക്ഷിതാവില്ല. ഇവനത്രേ ഏക അഭയസ്ഥാനം. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പവിത്ര പാതാരവിന്ദങ്ങളിൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടി പവിത്ര ജീവിതം നയിക്കുന്ന പരകോടികളെ പാരിൻ്റെ പരന്ന കോണിൽ പരക്കവേ കാണാം. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശുക്രിസ്തു നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അല്ലയോ ബഹുമാന്യ സ്നേഹിതരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു. ദൈവം മാനവരാശിക്ക് നൽകിയ അനുഗ്രഹീത വരദാനമായ ഈ അനുഗ്രഹീത സാഹിത്യവിശേഷമായ ബൈബിൾ അംഗീകരിച്ച് അത് വിവരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിച്ച് അവന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് അനുഗ്രഹീതരായി തീരുവാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. മഹാദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹീത രക്ഷാമാർഗമായ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ബൈബിൾ ജീവിതത്തിൽ നിരന്തരം വായിച്ച് പാഠമാക്കുവാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഇതുവരെ എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും അനശ്വരതയുടെ അവതാരമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ ആശംസകളും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ അവനേക്ക് മുകളിൽ അവൻ്റെ നാമമല്ലാതെ അന്യൊരു നാമം ഇല്ല എന്നുള്ളത് അവിതർക്കിതമായിരിക്കയാൽ ഇവനെ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അകത്തലത്ത് അംഗീകരിച്ച് അവനീ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളാകുവാൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാനത്തെ കുത്തും ഇട്ടുകൊള്ളുന്നു. ആമേൻ.